ഹായ് ഫ്രണ്ട്സ്, ദി കിസ്സിംഗ് ഹാൻഡ് എന്ന സ്റ്റോറിയുടെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആക്ടിവിറ്റി 7 മുതൽ 13 വരെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആക്ടിവിറ്റി 7. ചെസ്റ്റർ കംസ് ടു ദ ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച്. ചെസ്റ്റർ ക്ലാസ്സിലേക്ക് വന്ന് ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്നു. ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ്. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്ന് അവരെ സ്വയം പരിചയപ്പെടുത്തി. ഷീ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽവ്സ്. അതിനുശേഷം ടീച്ചർ കുട്ടികളോട് സ്വയം പരിചയപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. ചെസ്റ്റർ സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. ചെസ്റ്റർ സ്വയം എഴുന്നേറ്റ് നിന്ന് അവനെ സ്വയം പരിചയപ്പെടുത്തി. ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇവിടെ നമുക്ക് താഴെ ചെസ്റ്റർ അവനെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് ചെസ്റ്റർ റാക്കൂൺ പറയുന്നത് നോക്കൂ. മൈസെൽഫ്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ എം ചെസ്റ്റർ റാക്കൂൺ. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ചെസ്റ്റർ റാക്കൂൺ. ഐ എം ഫ്രം ദി ഫോറസ്റ്റ്. ഞാൻ കാട്ടിൽ നിന്നുമാണ് വരുന്നത്. മൈ ഫാദർ ഇസ് മിസ്റ്റർ റാക്കൂൺ. എന്റെ അച്ഛൻ മിസ്റ്റർ റാക്കൂൺ. മൈ മദർ ഇസ് ചെൽസ റാക്കൂൺ. എന്റെ അമ്മ ചെൽസ റാക്കൂൺ ആണ്. ഐ ലവ് മൈ പാരന്റ്സ്. ഞാൻ എന്റെ പാരന്റ്സിനെ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. എനിക്ക് ഓടാനും ചാടാനും കളിക്കാനും ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്ക് ഇവിടെ പുതിയ സുഹൃത്തുക്കളെ കിട്ടുന്നത് ഇഷ്ടമാണ്. ഇങ്ങനെയാണ് ചെസ്റ്റർ അവനെ കുറിച്ച് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞത്. നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദി ക്ലാസ്. ഇനി നിങ്ങളെ സ്വയം ക്ലാസ്സിൽ പരിചയപ്പെടുത്തൂ. ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുക? യു മേ റൈറ്റ് ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. താഴെ തന്നിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അത് എഴുതി ചേർക്കൂ. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ എം സന ഫാത്തിമ. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, എന്റെ പേര് സന ഫാത്തിമ എന്നാണ്. ഇവിടെ കൂട്ടുകാരുടെ പേരെന്താണോ അതാണ് എഴുതി ചേർക്കേണ്ടത്. ഓക്കെ. ഐ എം ഫ്രം എടപ്പാൾ. ഞാൻ എടപ്പാളിൽ നിന്നുമാണ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റഹ്മാൻ. എന്റെ അച്ഛൻ മിസ്റ്റർ റഹ്മാൻ ആണ്. മൈ മദർ ഈസ് റഹന. എന്റെ അമ്മ റഹനയാണ്. ഐ ലവ് മൈ പാരന്റ്സ് വെരി മച്ച്. ഞാൻ എന്റെ പാരന്റ്സിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് റീഡിംഗ്, സിംഗിങ് ആൻഡ് പ്ലേയിങ് ചെസ്. എനിക്ക് വായിക്കുന്നതും പാട്ടുപാടുന്നതും ചെസ് കളിക്കുന്നതും ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്ക് ഇവിടെ നിന്നും പുതിയ കൂട്ടുകാരെ ലഭിക്കുന്നത് ഇഷ്ടമാണ്. ഇത് എഴുതാൻ വളരെ എളുപ്പമാണ് അല്ലേ? അടുത്ത ആക്ടിവിറ്റി 8. When Chester and his mother reach school, they happen to see a notice board. Let's read the notice. ചെസ്റ്ററും അവന്റെ അമ്മയും സ്കൂളിലേക്ക് എത്തി. അവിടെ നോട്ടീസ് ബോർഡിൽ അവർ ഒരു നോട്ടീസ് കാണാൻ ഇടയായി. ലെറ്റ്സ് റീഡ് ദ നോട്ടീസ്. അപ്പോൾ നമ്മളോട് ആ നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നോട്ടീസ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. ഡൂസ്, ഡോൺസ് എന്ന രണ്ട് ഭാഗം തന്നിട്ടുണ്ട്. ഡൂസ് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ടതും, ഡോൺസ് എന്ന് വെച്ചാൽ ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ. ആദ്യം ഡൂസിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കൂ. അറ്റൻഡ് ദ ക്ലാസ് റെഗുലാർലി. ക്ലാസ് ദിവസവും അറ്റൻഡ് ചെയ്യുക. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. നിങ്ങളുടെ ടീച്ചേഴ്സ് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക. കംപ്ലീറ്റ് ദ അസൈൻമെന്റ്സ് ഇൻ ടൈം. സമയത്തിന് അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യുക. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം. സ്കൂളിൽ സമയത്തിന് എത്തുക. കീപ് ദ സ്കൂൾ ക്ലീൻ. സ്കൂൾ പരിസരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അടുത്തത് ഡോൺസ്. നമ്മൾ ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി. രാവിലെയുള്ള അസംബ്ലി ഒഴിവാക്കാൻ പാടില്ല. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺസ് കൊണ്ടുവരാൻ പാടില്ല. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്. ഭാഷ ദുരുപയോഗം ചെയ്യരുത്, അതായത് വേണ്ടാത്ത വർത്തമാനങ്ങളൊന്നും പറയരുത്. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി. സ്കൂളിന്റെ വസ്തുക്കൾ നശിപ്പിക്കരുത്. ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രിമൈസസ്. സ്കൂൾ പരിസരങ്ങളിൽ മാലിന്യം ഇടരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡൂസിലും ഡോൺസിലും പറഞ്ഞിരിക്കുന്നത്. ഇമേജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടീച്ചർ ലീവ് ആണെന്ന് വിചാരിക്കുക. റൈറ്റ് ഡൗൺ ദി ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ്സസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദി ടീച്ചർ. നിങ്ങളുടെ ടീച്ചർ ഇല്ലാത്തപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നും എന്താണ് ചെയ്യരുതാത്തത് എന്നുമാണ് എഴുതേണ്ടത്. ഡൂസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്ക് ഒന്ന് തന്നിട്ടുണ്ട്. എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. റീഡ് ബുക്സ്. ബുക്കുകൾ വായിക്കുക. കീപ് സൈലൻസ്. സൈലന്റ് ആയി ഇരിക്കുക. കംപ്ലീറ്റ് യുവർ നോട്ട്സ്. നിങ്ങളുടെ നോട്ടുകൾ കംപ്ലീറ്റ് ചെയ്യുക. മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ഡിസിപ്ലിൻ ആയി ഇരിക്കുക. കംപ്ലീറ്റ് യുവർ പെയിന്റിംഗ് വർക്ക്സ്. നിങ്ങൾക്ക് ചെയ്യാൻ ബാക്കിയുള്ള എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അടുത്തത് ഡോൺസ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്. മറ്റു ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യരുത്.
ഡോണ്ട് ടോക്ക് ലൗഡ്ലി, ഉറക്കെ സംസാരിക്കരുത്. ഡോണ്ട് പ്ലേ ഇൻ ദി ക്ലാസ്, ക്ലാസിന്റെ ഉള്ളിൽ കളിക്കരുത്. ഡോണ്ട് ലീവ് ദ ക്ലാസ് വിത്തൗട്ട് പെർമിഷൻ, പെർമിഷൻ ഇല്ലാതെ ക്ലാസിന്റെ പുറത്ത് പോകരുത്. ഡോണ്ട് ത്രോ പേപ്പേഴ്സ്, പേപ്പേഴ്സ് വലിച്ചെറിയരുത്. ഡോണ്ട് ഫൈറ്റ് വിത്ത് ക്ലാസ്മേറ്റ്സ്, ക്ലാസ്മേറ്റ്സുമായി അടികൂടരുത്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 9. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ഈ സ്റ്റോറിയിലെ ചില സെന്റൻസ് ആണ് താഴെ തന്നിരിക്കുന്നത്. അവ വായിച്ചു നോക്കുകയും അതിൽ തന്നെ ഓരോ സെന്റൻസിലും ചില അടിവര ഇട്ടിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഓരോ വാക്കിനും. ആ അടിവര ഇട്ട വാക്കുകൾ ഏതൊക്കെയാണെന്നും ശ്രദ്ധിക്കൂ. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വാണ്ട് ടു സിംഗ് ഓൺ ദി സിംഗ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. ഇതിൽ അടിവര ഇട്ടിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? വിത്ത്, ഓൺ, ടു, ഫ്രം. ഇതൊക്കെ എന്താണെന്ന് അറിയുമോ? ഇത്തരം വാക്കുകളാണ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. പ്ലേസ്, ടൈം, ഡയറക്ഷൻ എന്നിവ വരുമ്പോഴാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. സാധാരണയായി ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻസ് ആണ് ഇൻ, അറ്റ്, ഓൺ, അണ്ടർ, ഫ്രം, വിത്ത് അങ്ങനെയുള്ളവ. ഇനി നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നോക്കാം. Pick out a new similar sentences from the story and write them down below. ഇതുപോലെയുള്ള മറ്റു വാക്കുകൾ ഏതൊക്കെയാണെന്ന് സ്റ്റോറിയിൽ നിന്നും കണ്ടെത്തി താഴെ എഴുതണം. ഇതുപോലെ സിമിലർ ആയി വരുന്ന സെന്റൻസസ്, ഒരുപോലെ വരുന്ന സെന്റൻസസ് ഏതൊക്കെയാണെന്ന് ഒരു 4 എണ്ണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളവ കൂട്ടുകാർ സ്വയം കണ്ടെത്തി എഴുതണേ. ആദ്യത്തെ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഇവിടെ ടു എന്ന പ്രപ്പോസിഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് വിത്ത് എന്നുള്ളതാണ്. അതുപോലെ ടു എന്നതും അണ്ടർലൈൻ ചെയ്യാവുന്നതാണ്, അതും പ്രപ്പോസിഷൻ ആണ്. ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. ഫ്രം എന്ന വേർഡാണ് പ്രപ്പോസിഷനായി വന്നിരിക്കുന്നത്. അടുത്തത്, ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ടു എന്നതാണ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 10. Here is a conversation between Chester Raccoon and his class teacher. ഇവിടെ ചെസ്റ്റർ റാക്കോണും ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ഒരു സംഭാഷണം തന്നിട്ടുണ്ട്. റീഡ് ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ്. അവ വായിച്ചു നോക്കി മിസ്സിംഗ് വേർഡ്സ് നമുക്ക് അവിടെ എഴുതി കൊടുക്കണം. എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. വിത്ത്, ടു, ഫ്രം, ഇൻ. ഇവിടെ വിത്ത് എന്ന വേർഡ് വരുന്നത് ആരുടെയെങ്കിലും കൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളുടെ കൂടെ വേറൊരു പേര് ചേർക്കുമ്പോഴാണ് വിത്ത് എന്ന് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വിത്ത് മൈ ഫാദർ, എന്റെ അച്ഛന്റെ കൂടെ. വിത്ത് മൈ മദർ, എന്റെ അമ്മയുടെ കൂടെ. ഇനി ഒരു വസ്തുവിനോട് കൂടി വേറൊരു വസ്തു കൂട്ടി പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, കത്രിക ഉപയോഗിച്ച് പേപ്പർ മുറിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് കട്ട് ദ പേപ്പർ വിത്ത് സിസർ അങ്ങനെ പ്രയോഗിക്കാം. അടുത്തത് ടു എന്ന വേർഡാണ്. ഇത് പൊതുവായി ഉപയോഗിക്കുന്നത് സമയം, അതുപോലെ പ്ലേസ്, പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ടു എന്ന് ചേർക്കും. ഇപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു, ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഐ എം ഗോയിങ് ടു സ്കൂൾ. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ടു എന്ന വേർഡ് ഉപയോഗിക്കുന്നു. ഗിവ് ദ പെൻ ടു മാളു. മാളുവിന് ആ പേന കൊടുക്കൂ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ടു എന്ന് ചേർക്കുന്നു. ഓക്കെ, അതുപോലെ ഫ്രം എന്ന് ചേർക്കുന്നത് സമയത്തെയോ സ്ഥലത്തെയോ വ്യക്തിയെയോ ചേർക്കുമ്പോഴാണ് നമ്മൾ അവിടെ ഫ്രം എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഇൻ എന്ന വേർഡ് ഉപയോഗിക്കുന്നത് ഒരു സ്ഥലത്തിനുള്ളിൽ, ഒരു വസ്തുവിനുള്ളിൽ എന്നൊക്കെ വരുമ്പോഴാണ്. ഇനി നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ടീച്ചർ, ഗുഡ് മോർണിംഗ്. കുഡ് യു ടെൽ മീ യുവർ നെയിം? ഗുഡ് മോർണിംഗ്, നിന്റെ പേര് പറയുമോ? ചെസ്റ്റർ, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ എം ചെസ്റ്റർ റാക്കോൺ. അപ്പോൾ ചെസ്റ്റർ റാക്കോൺ പറയാണ്, എന്റെ പേര് ചെസ്റ്റർ റാക്കോൺ. ടീച്ചർ, വേർ ആർ യു ഫ്രം? നീ എവിടെ നിന്നാണ് വരുന്നത്? ചെസ്റ്റർ, ഐ ആം ഫ്രം ദി ഫോറസ്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്ഥലത്തെ സൂചിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെ നിന്നാണ് വരുന്നത് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഫ്രം എന്ന വേർഡ് ഉപയോഗിക്കുക. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ടീച്ചർ, വെൽ, വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ഇൻ ഫോറസ്റ്റ്? സോറി, ഡാഷ് ദി ഫോറസ്റ്റ്. ഫോറസ്റ്റിന്റെ അകത്ത് നീ എന്താണ് ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ അകത്ത് എന്ന് പറയുമ്പോൾ ഇൻ എന്ന വേർഡ് ഉപയോഗിക്കാം. അടുത്തത് ചെസ്റ്റർ, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. മരത്തണലിൽ എന്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നതാണ് എനിക്കിഷ്ടം. ടീച്ചർ, ദാറ്റ് മസ്റ്റ് ബി ഫൺ. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദി മോസ്റ്റ്? അത് നല്ലതാണ്. നിനക്ക് ഏത് ഗെയിമാണ് കൂടുതൽ ഇഷ്ടം? ചെസ്റ്റർ, ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ഡാഷ് മൈ ഫ്രണ്ട്സ്. അപ്പോൾ കൂടെ എന്ന് പറയുമ്പോൾ വിത്ത് എന്ന് ചേർക്കാം.
എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒളിച്ചു കളിക്കാനാണ് എനിക്കിഷ്ടം എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് വിത്ത് എന്ന പ്രപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ടീച്ചർ, ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ. അത് വളരെ നല്ലതാണ്. വെൻ വിൽ യു ഗോ ഡാഷ് യുവർ ഹൗസ്? നീ നിന്റെ വീട്ടിലേക്ക് എപ്പോഴാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ ഇവിടെ ചേർക്കേണ്ടത് എന്താണ്? ടു എന്ന പ്രപ്പോസിഷൻ ആണ്. ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുമ്പോൾ അവിടെ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ്? നീ എപ്പോഴാണ് നിന്റെ വീട്ടിലേക്ക് പോകുന്നത്? സിസ്റ്റർ, വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. 3 ദിവസത്തിന് ശേഷമാണ് എന്റെ വീട്ടിലേക്ക് പോകുന്നത്. ടീച്ചർ, ഓക്കെ, താങ്ക്സ്. വി വിൽ മീറ്റ് അഗൈൻ. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇങ്ങനെയാണ് പ്രപ്പോസിഷൻസിന്റെ ഉപയോഗം വരുന്നത്. ഓക്കെ. ആക്ടിവിറ്റി 11. The following is the diary entry of Ainu. ഐനുവിന്റെ ഡയറിയാണ് താഴെ തന്നിരിക്കുന്നത്. There are some errors in it. Read and edit it. അതിൽ ചില തെറ്റുകളുണ്ട്, അത് വായിച്ചു നോക്കി തിരുത്തണം. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കിക്കേ. I went with a store to buy some fruits. ഞാൻ സ്കൂളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ പോയി. അപ്പോൾ ഇവിടെ രണ്ട് തെറ്റ് വന്നത് ഐ എന്ന് ഉപയോഗിച്ചെടുത്തും വിത്ത് എന്ന് ഉപയോഗിച്ചെടുത്തുമാണ്. അടുത്തത് ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ് ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. ഞാൻ അവിടെ ഒരു വലിയ ഓറഞ്ച് കാണുകയും അത് വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ ടു എന്ന് ഉപയോഗിച്ചെടുത്ത് തെറ്റുണ്ട്. ഐ മെറ്റ് മൈ ഫ്രണ്ട്സ് ഓൺ ദാറ്റ് സ്റ്റോർ. ഞാൻ ആ സ്റ്റോറിൽ എന്റെ ഫ്രണ്ടിനെ കണ്ടു. അവിടെയും തെറ്റുണ്ടല്ലേ, ഓൺ എന്ന് ഉപയോഗിച്ചെടുത്ത് തെറ്റുണ്ട്. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ടു ബൈ ദ പാർക്ക് ആൻഡ് ഐ വെന്റ് ഫ്രം ഹെർ. ഞാൻ എന്റെ ഫ്രണ്ട് എന്നെ കണ്ടപ്പോൾ പാർക്കിലേക്ക് ക്ഷണിച്ചു, ഞാൻ അവളുടെ കൂടെ പോയി. ഇവിടെയും മൈ, ബൈ, ഫ്രം എന്ന് ഉപയോഗിച്ചെടുത്ത് തെറ്റുണ്ട്. വി സാറ്റ് അറ്റ് ദ ബെഞ്ച് ആൻഡ് ഏറ്റ് ദ ഓറഞ്ച് ടുഗദർ. ഞങ്ങൾ അവിടെ ഒരു ബെഞ്ചിൽ ഇരിക്കുകയും ഒന്നിച്ച് ഓറഞ്ച് കഴിക്കുകയും ചെയ്തു. ഇവിടെ തെറ്റ് വന്നിരിക്കുന്നത് വി അറ്റ് എന്ന് ഉപയോഗിച്ചെടുത്താണ്. അടുത്തത് ഐ ത്രൂ ദി ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ്. ഗാർബേജ് എന്ന് വെച്ചാൽ മാലിന്യം, വേസ്റ്റ്. അപ്പോൾ ഈ മാലിന്യം ഇടുന്ന സ്ഥലത്തേക്ക് ഞാൻ ഓറഞ്ച് തൊലിച്ച് കളഞ്ഞു, ഓറഞ്ചിന്റെ തൊലി കളഞ്ഞു. ഇവിടെ തെറ്റ് വന്നിരിക്കുന്നത് ഐ എന്നും വിത്ത് എന്നും ഉപയോഗിച്ചെടുത്താണ്. ഇനി ഇത് എങ്ങനെ എഡിറ്റ് ചെയ്ത് എഴുതാമെന്ന് നോക്കാം. ഐ എന്ന് ചേർത്തിരിക്കുന്നത് ആദ്യത്തെ സെന്റൻസ് തുടങ്ങുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം തുടങ്ങാൻ. അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ ആണ് തന്നിരുന്നത്, അവിടെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കൊടുക്കാം. ഐ വെന്റ് വിത്ത് എ സ്റ്റോർ എന്നാണ് എഴുതിയിരിക്കുന്നത്. വിത്ത് എന്നല്ല, അവിടെ ടു എന്നാണ് ചേർക്കേണ്ടത്. ഒരു സ്ഥലത്തേക്ക് പോവുകയാണല്ലേ, അപ്പോ അവിടെ ടു എന്ന് ചേർക്കാം. ഐ വെന്റ് ടു എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. ഐ സോ എ ബിഗ് ഓറഞ്ച് ഇൻ ദ ഷെൽഫ്. ഓക്കെ, ഇൻ എന്നാണ് അവിടെ ചേർക്കേണ്ടത്. ഷെൽഫിനകത്ത് കണ്ടു എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഇൻ എന്ന വേർഡ് ചേർക്കണം. ഐ സോ എ ബിഗ് ഓറഞ്ച് ഇൻ ദ ഷെൽഫ് ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഇൻ ദാറ്റ് സ്റ്റോർ എന്നാണ് അവിടെ ചേർക്കേണ്ടത്. ഓണിന് പകരം ഇൻ എന്ന് ചേർക്കാം. ആ സ്റ്റോറിനകത്ത് എന്റെ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അകത്ത് എന്ന് പറയുമ്പോൾ ഇൻ എന്ന് ചേർക്കാം. ഇനി അടുത്ത സെന്റൻസിൽ സ്മോൾ ലെറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ക്യാപിറ്റൽ ലെറ്റർ ചേർത്ത് എഴുതാം. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ടു ദി പാർക്ക്. അവിടെ ബൈ ദി പാർക്ക് എന്നല്ല, ടു ദി പാർക്ക്. ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുമ്പോൾ അവിടെ ടു എന്ന് ചേർക്കാം. ടു ദി പാർക്ക് ആൻഡ് വെൻ വിത്ത് ഹെർ. അവളുടെ കൂടെ, കൂടെ എന്ന് പറയുമ്പോൾ വിത്ത് എന്ന വേർഡാണ് ഉപയോഗിക്കേണ്ടത്. ഐ വെന്റ് വിത്ത് ഹെർ. അടുത്തത് നമുക്ക് അവിടെ ക്യാപിറ്റൽ ലെറ്റർ എഴുതി കൊടുക്കാം. വി സാറ്റ് ഓൺ ദി ബെഞ്ച്. ഞാൻ ബെഞ്ചിന്റെ മുകളിൽ ഇരുന്നു. മുകളിൽ എന്ന് പറയുമ്പോൾ ഓൺ എന്നാണ് ചേർക്കേണ്ടത്, അറ്റ് എന്നല്ല. ആൻഡ് ഏറ്റ് ദ ഓറഞ്ച് ടുഗദർ. അടുത്ത സെന്റൻസിൽ സ്മോൾ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്, അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കാം. ഐ ത്രോ ദി ഓറഞ്ച് പീൽ ഇൻ ദി ഗാർബേജ്. വിത്ത് എന്നല്ല, ഇൻ എന്നാണ്. ഗാർബേജിന്റെ അകത്തേക്ക് ഞാൻ അത് വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇൻ ദി ഗാർബേജ്. ഓക്കെ. ആക്ടിവിറ്റി 12. Read the sentences from the story and split them into two. One has been done for you. ഈ സ്റ്റോറിയിലെ ചില സെന്റൻസ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഒറ്റ സെന്റൻസ് ആയി തന്നിരിക്കുന്നതിനെ നമ്മൾ രണ്ടാക്കി എഴുതണം. അതിന് നമുക്ക് വേണ്ടി ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് അവിടെ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുകയും പുതിയ ടോയ്സ് ഉപയോഗിച്ച് കളിക്കുകയും ചെയ്യാം. ഇതിനെ രണ്ട് സെന്റൻസ് ആക്കി എഴുതുമ്പോൾ യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ് എന്ന് എഴുതാം. അടുത്തത് യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സിംഗ് ഓൺ ന്യൂ സിംഗ്സ്. നിനക്ക് പുതിയ ബുക്കുകൾ വായിക്കുകയും പുതിയ ഊഞ്ഞാലിൽ ഊഞ്ഞാലാടുകയും ചെയ്യാം. അപ്പോൾ അതിന് രണ്ട് സെന്റൻസ് ആക്കി എഴുതുമ്പോൾ യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, യു ക്യാൻ സിംഗ് ഓൺ ന്യൂ സിംഗ്സ് എന്ന് എഴുതാം. അടുത്തത്
She took Chester's hand and carefully wrapped his fingers. ഇതിനെ രണ്ട് സെന്റൻസ് ആക്കി എഴുതുമ്പോൾ she took Chester's hand, she carefully wrapped his fingers. Read the passage given below and split the sentences. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന പാസേജ് വായിച്ചു നോക്കി അതിനെ ഓരോ സെന്റൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. A curious raccoon lived in the woods and it liked to explore new places. One day, it found a shiny object and decided to take it back to its cozy den. It placed the object on a soft bed of leaves and started at it with wonder. The raccoon's eyes sparkled and it had discovered a beautiful toy. ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് രണ്ട് സെന്റൻസിനെ തമ്മിൽ യോജിപ്പിക്കാനാണ് ആൻഡ് എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻഡ് എന്നത് മാറ്റി ഓരോ സെന്റൻസിനെയും സെപ്പറേറ്റ് സെന്റൻസ് ആക്കി മാറ്റണം. അതിങ്ങനെയാണ് എഴുതേണ്ടത്. A curious raccoon lived in the woods. He liked to explore new places. One day, it found a shiny object. He decided to take it back to its cozy den. It placed the object on a soft bed of leaves. He started at it with wonder. The raccoon's eyes sparkled. He had discovered a beautiful toy. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്ത ആക്ടിവിറ്റി 13. Shall we play with words? Complete the crossword puzzle using the clues given below. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ക്രോസ്വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ അക്രോസ് ആയിട്ടും ഡൗൺ ആയിട്ടും ചില ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ചോദ്യങ്ങളല്ല, ചില ക്ലൂസ് തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കി നമുക്ക് ആ ഒരു ക്രോസ്വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാം. ഞാനിവിടെ ആൻസർ എഴുതി കൊടുക്കുകയാണ്. കൂട്ടുകാരെ അത് ആ ഒരു പസിലിൽ എഴുതി ചേർക്കണം. ഓക്കെ, ആദ്യത്തെ നമുക്ക് അക്രോസ്, അതായത് നേരെ വരുന്നത് നോക്കാം. മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. മുന്നിലേക്കും പിറകിലേക്കും ആടുന്നത് എന്താണ്? സ്വിംഗ്, ഊഞ്ഞാലാണല്ലേ. അപ്പോൾ അവിടെ സ്വിംഗ് എന്ന് ക്രോസ്വേർഡ് പസിലിൽ എഴുതി ചേർക്കണം. ഇതിൽ ഉള്ള വേർഡ്സ് എല്ലാം വരുന്നത് പാഠത്തിൽ തന്നെയാണ്. അപ്പോൾ ആ ചാപ്റ്റർ നന്നായി വായിച്ചു നോക്കിയാൽ കൂട്ടുകാർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നതാണ്. അടുത്തത് ടു റൺ ഓർ മൂവ് ക്വിക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. ചെറിയ സ്റ്റെപ്പുകളോട് കൂടി, അതായത് ചെറുതായിട്ട് ഇങ്ങനെ ചാടി ചാടി പെട്ടെന്ന് മൂവ് ചെയ്ത് പോകുന്നതിനെ സ്കാമ്പർ എന്നാണ് പറയുന്നത്. അടുത്തത് ഗിവിംഗ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീയിങ്. നമുക്ക് നല്ല ഒരു സുഖം തരുന്ന അനുഭവം ഏതാണ്? കോസി. അടുത്തത് താഴേക്കുള്ളതാണ് ഡൗൺ. ഇനി ഡൗൺ ആയിട്ടുള്ളത് ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ. നമ്മൾ പേപ്പർ ഉപയോഗിച്ച് എന്താണ് കവർ ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? റാപ്പ് എന്നാണ് പറയുന്നത്. അടുത്തത് റബ് സംതിങ് ജെന്റ്ലി വിത്ത് ദ നോസ് ആസ് ഇഫ് ടു ഷോ അഫെക്ഷൻ. നമ്മുടെ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ മൂക്കുകൊണ്ട് മൃദുവായി ഉരയ്ക്കുന്നതിന് എന്താണ് പറയുന്നത്? നസിൽഡ്. ഓക്കെ. അടുത്തത് ഫ്രൈറ്റനിങ് കോസിംഗ് ഫിയർ. ഭയം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയെ പറയുന്നത് സ്കാരി. അവസാനത്തെ ആൻ ഒബ്ജക്ട് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ് ടു പ്ലേ വിത്ത് 3 ലെറ്റേഴ്സ്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തു. 3 ലെറ്റേഴ്സ് ആണുള്ളത്. എന്താണത്? ടോയ്. ടോയ് ആണ് ആൻസർ. അപ്പോൾ ഈ ആൻസർ എല്ലാം കൂട്ടുകാർ വേർഡ് പസിലിൽ കറക്റ്റായി എഴുതി കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ആക്ടിവിറ്റി 7 മുതൽ 13 വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ബ്ലൂമിംഗ് ബഡ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്